മാത്രമല്ല ചെന്നിട്ടേ ഒരുപാട് പണികളുള്ളതാ. രാഘവേട്ട, ഈ ആഘോഷമൊക്കെ വേണോ? ക്ഷേത്രത്തില് വിഷ്ണുവിന്റെ ശാലിനിയുടെയും പേരിൽ എന്തെങ്കിലും ഒരു വഴിപാട് കഴിപ്പിച്ചാ പോരെ? ഇങ്ങനെ ഗംഭീരമാക്കേണ്ട കാര്യമുണ്ടോ? ഇതെന്റെ ഒരു ആഗ്രഹം ശാരദാമേ. അടുത്ത ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവൂലെന്നേ എനിക്ക് ചെറിയൊരു സിഗ്നൽ കിട്ടിയതേ അന്ന് യമലോകത്തുനിന്നാ. സംഗതി സത്യാന്ന് എന്റെ രോഗാവസ്ഥ എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ വിഷ്ണുവിന്റെ ശാലിനിയുടെയും ജീവിതം ഒന്നിച്ച കാലം മുതലേ അവർക്ക് രണ്ടുപേർക്ക് കഷ്ടകാലമാ. അതൊന്നും മാറി എന്റെ കുട്ടികൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടേ എനിക്കങ്ങ് മരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടേ. ഈ ചടങ്ങോടുകൂടി അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നേ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാ എത്ര കഷ്ടപ്പെട്ടാലും ശരി ഞാനിത് നടത്തുന്നു പറയുന്നത്. ആരൊക്കെ എതിർത്താലും ശരി ഞാനിത് നടത്തും. കാരണമേ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അച്ഛാ, നാളെ എനിക്ക് ഒഴിവാക്കാനാവാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ എങ്ങനെ അതൊക്കെ ഒഴിവാക്കി ഈ ഒരു ചടങ്ങിന് നിൽക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാനത് സംസാരിക്കാൻ വേണ്ടിയാ അമ്മയുടെ അടുത്തേക്ക് വന്നത്. ജോലിയുടെ കാര്യമല്ലേ, അങ്ങനെ എന്തെങ്കിലും അർത്ഥം മുറിച്ച് പറയാനും പറ്റില്ലല്ലോ. അത് ശരിയാ, ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാ എല്ലാവർക്കും ഉള്ളതേ. എനിക്കും ഇതങ്ങനെ തന്നെ. എനിക്കിതങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. ഒഴിവാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാ പിന്നെ അച്ഛനെ ആ വീട്ടിൽ ആരും കാണത്തൂല്ല. ശാരദാമേ, ഞാൻ വന്നതേ നാളത്തെ ആ ഭക്ഷണത്തിന്റെ കാര്യം പറയാനാ. ഒരു 19 പേർക്ക് നാളെ ഭക്ഷണം വേണം. 50 പേർക്കും? പിന്നെ നിസ്സാര കാര്യം നന്ന് ശാരദാമ്മ വിചാരിച്ചേക്കുന്നേ. പപ്പടം, പഴം, പായസം. പായസം തന്നെ 3 തരം. രാഘവേട്ട, അത് ഒരു 12 മണിയൊക്കെ ആകുമ്പോ എത്തിച്ചാ മതിയെന്നേ. അതുകൊണ്ടല്ല, മൂത്തവള് ശാരീരിക സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവിടുന്ന് വരാൻ സാധിക്കൂല. രാഘവേട്ടന് വേറൊന്നും തോന്നരുത്. ഇതിപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ടാ. അപ്പൊ ശാരദാമ്മ പൂർണ്ണമായിട്ടും നമ്മളെ കൈയൊഴിഞ്ഞു. അയ്യോ, അങ്ങനെയല്ല. ശരി, ഞാനിപ്പോ മറ്റാരെങ്കിലും ഏൽപ്പിച്ചോളാം. അതല്ല,